നമസ്കാരം. അങ്ങനെ ഒരു പെടലി നാടകത്തിലൂടെ അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് ഏറ്റവും മികച്ച തരിക്കുള്ള അവാർഡ് ബീണേച്ചി സ്വന്തമാക്കി. ചോദിച്ചു വാങ്ങണ്ടായിരുന്നു, അതും കൊങ്ങയ്ക്ക്. അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുമോ ആർക്ക്? നമ്മുടെ ഡോക്ടർ ചിന്തേച്ചിക്ക്. ചിന്തേച്ചിയും കളത്തിലിറങ്ങി നിലവാരത്തിനനുസരിച്ചുള്ള ഒരു പ്രകടനം അങ്ങ് കാഴ്ചവെച്ചു. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. പല മാധ്യമങ്ങളിലും ബീപ്പ് എന്ന ഒരു നീണ്ട ശബ്ദത്തോടു കൂടിയാണ് ഈ വാർത്ത കൊടുത്തത്. ഏതായാലും ഈ മുദ്രാവാക്യം നിങ്ങൾ കേട്ടല്ലോ. അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ KSU പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത രീതിയാണിത്. ഏതായാലും അവർ ഒരിക്കലും നിലവാരം വിട്ട് കളിക്കാത്തത് കൊണ്ട് ഇപ്രാവശ്യവും ഈ ഒരു മുദ്രാവാക്യത്തിലൂടെ അവരുടെ നിലവാരം അവർക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള നിലയിലായി. നാട്ടുകാരുടെ കൊലച്ചോറുണ്ണുന്നവരാ ഞങ്ങളല്ല, നാട്ടുകാർക്ക് പൊതിച്ചോറ് കൂട്ടുന്നവരാ ഞങ്ങള്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഒളിവിലെ ഓർമ്മകള് പൊതുനിരത്തുകളിൽ ചീന്തി ഇട്ടുകൊണ്ടേയിരിക്കും. പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിലുണ്ടല്ലോ കുറച്ച് സമയം ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് മെനക്കെട്ടൊക്കെ വേണം ഉണ്ടാക്കാൻ. അങ്ങനെ മെനക്കെടാൻ സമയമില്ലാത്ത സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ചില മുദ്രാവാക്യങ്ങൾ എഴുതി ഉണ്ടാക്കും. അപ്പോൾ അതുമായിട്ട് യോജിച്ചു പോകുന്ന ആളുകളെല്ലാം ഏറ്റങ്ങ് വിളിച്ചോളും. ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ടും ഞങ്ങൾ ഒരു അസഭ്യവർഷവും നടത്തിയില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തയുടെ പ്രശ്നമാണ് എന്നാണ് ചിന്ത ചേച്ചി പറഞ്ഞത്. ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂല. നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കൊപ്പവും അരിവൽക്കരിക്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പവും നിൽക്കുന്ന പുരോഗമന രാഷ്ട്രീയത്തിന്റെ പൊളിറ്റിക്സ് ആണ്. അച്ഛനില്ലാത്ത നേരത്തെ അമ്മയ്ക്കുണ്ടാകുന്ന പട്ടികളെ എന്ന് ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിൽക്കുന്ന യുവാക്കളെ അഭിസംബോധന ചെയ്യുന്നത് ഒരു അസഭ്യമായിട്ട് ഡോക്ടർ വാഴക്കുല ചേച്ചി കണക്കാക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ അവരുടെ നിലവാരം. വിവരദോഷികളല്ലേ, നമുക്കങ്ങനെ സമാധാനിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കാമെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞത് വിവരദോഷമല്ലേ എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് വിവരദോഷമൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, കേട്ടവരുടെ വിവരദോഷമാണ് എന്ന് ന്യായീകരിക്കുമ്പോൾ ഇത്രയെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ, അത് മോശമല്ലേ? എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷേ ഇത്തിരി സംസ്കാരം ഉണ്ടായിപ്പോയി. അല്ലേലും ജാത്യാലും തൂത്താ പോകൂല. ഞാൻ എല്ലാ ഘട്ടത്തിലും സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ്. അത് ചെറിയ പ്രതികരണങ്ങളിലാണെങ്കിൽ പോലും വാക്കുകളിലാണെങ്കിൽ പോലും അത് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പുരോഗമനവാദം, സ്ത്രീപക്ഷവാദം, ഇതിനെക്കുറിച്ചൊക്കെ ആരും കേട്ടിട്ടില്ലാത്ത സംഗതികളൊക്കെ പലയിടത്ത് നിന്നൊക്കെ റെഫർ ചെയ്ത് കൊണ്ടുവന്ന് മനുഷ്യരുടെ മുന്നിൽ അവതരിപ്പിക്കും. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ എപ്പോഴും ഈ ഒരു നിലവാരം, ഈ ഒരു റേഞ്ചിനകത്ത് നിൽക്കും. പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാതിരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. പിന്നെ നിങ്ങൾ കേട്ടതിന്റെ പ്രശ്നമാണ് ഇതിലെ അസഭ്യം എന്ന് ചിന്തേച്ചി പറഞ്ഞത്. ഇതിന്റെ ഒരു പ്രഥമ ക്യാപ്സ്യൂളായിട്ട് പരിഗണിച്ചാൽ മതി. അതായത് ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് അവർ കൊടുത്തതാണെന്ന് നമ്മൾ കണക്കാക്കിയാൽ മതി. ഇനി അടുത്ത് വരാൻ പോകുന്നത് AI എന്നുള്ള സാധ്യത, വലിയ സാധ്യത അവിടെ കിടക്കുകയാണ്. പിന്നെ ശത്രുക്കൾ ആരാണ്ട് ഇതിന്റെ ഇടയ്ക്ക് വന്ന് ഞങ്ങളെ കൊണ്ട് തെറ്റായിട്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതാണ്. ഇമാതിരി ക്യാപ്സ്യൂളുകളൊക്കെ ഇനി ഇറങ്ങാനിരിക്കുന്നുണ്ട്. ഞാൻ തെണ്ടിത്തരം പറയും, നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവല്. വരട്ടെ അളിയ.